മനുഷ്യൻ ദൈവ കോടതിക്ക് മുമ്പിൽ കുറ്റക്കാരാണ്. പക്ഷെ ദൈവത്തിന് മനുഷ്യനെ സ്നേഹമാണ്, ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വാട്ട് ക്യാൻ ബി ഡൺ? എന്തോ ചെയ്യും? ഈ പിടിക്കപ്പെട്ട കുറ്റക്കാരന് പകരമായിട്ട് ഞാൻ എൻ്റെ ദാസനെ നിർത്താമെന്ന് പറഞ്ഞ് ദൈവം തന്റെ ദാസനെ, അല്ല, ദൈവം തന്റെ പൊന്നോമന പുത്രനെ മനുഷ്യനായി ഭൂമിയിൽ അയച്ചു. യഹോവയുടെ ദാസനെ നിർത്തിയിട്ട് ഈ പിടിക്കപ്പെട്ട കുറ്റവാളിയുടെ മേളിൽ ഉണ്ടായിരുന്ന സകല അകൃത്യവും എടുത്ത് ഒരു കുറ്റവും ചെയ്യാത്തവന്റെ മേളിലേക്ക് ചുമത്തി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേലാക്കി, പാപമില്ലാത്തവൻ പാപമാക്കിപ്പെട്ടു. അങ്ങനെ ഈ പാപം ട്രാൻസ്ഫർ ചെയ്തപ്പോ അതോടൊപ്പം ഈ പാപത്തിന്റെ ശിക്ഷയും ആരുടെ മേലായി? യേശുവിന്റെ മേലായി. 2000 വർഷത്തിന്റെ മുമ്പിൽ ഒരു മരണം നടന്നു. പക്ഷെ ആ മരണം എന്തിനായിരുന്നു? അത് എന്റെ പാപം യേശുവിന്റെ മേൽ ചുമത്തി എന്റെ ശിക്ഷയെ വഹിച്ചുകൊണ്ട് ആ മലയിലേക്ക് കടന്നുപോയതാണ് യേശു ചെയ്തത്. ഹിസ് ഡെത്ത്, ആ മരണം എന്റെ പാപത്തിനു വേണ്ടിയായിരുന്നു. ഞാൻ പിടിക്കപ്പെട്ട് ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് എന്റെക്ക് പകരമായി എന്റെ സ്ഥാനമെടുത്ത്, എന്റെ പാപമെടുത്ത്, എന്റെ ശിക്ഷയെടുത്ത് കാൽവറിയിലേക്ക് നടന്നുപോയ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ജീവിതം ഇതുവരെയും രക്ഷിതാവിനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ മരണം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ മരണം ഈ ദേശത്ത് പാപത്തിൽ തുടരുന്ന സകലർക്കും വേണ്ടിയാണെന്നുള്ള വിശ്വാസം ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവ് പറയാ, കുഞ്ഞേ, സഹോദര, സഹോദരി, നിന്റെ ശിക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് ദൈവ കോടതിക്ക് മുമ്പിൽ ദൈവ ക്രോധത്തെ വഹിച്ച ദൈവത്തിന്റെ പുത്രനെ കാണാതിരിക്കരുത്.